നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ.ഡി. ബെന്നി. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകമാണിത്. ദിവാകരൻ നളിനിയോട് പറഞ്ഞതാണിത്. ഈ വാചകം സാനുമാഷുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സാനുമാഷ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ സാനുമാഷോട് മാത്രമല്ല മറ്റു കുട്ടികളോടുകൂടി നിങ്ങൾ ജീവിതത്തിൽ എന്താകണം എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി എഴുതിയതാണ് ഈ പറഞ്ഞ വാചകം. മാഷ് ഒട്ടും പരിഹാസത്തോടുകൂടി ഒരു കുട്ടി ഇതാ ഞാൻ ചോദിച്ചതിന് കവിത എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. പക്ഷേ സാനുമാഷ് ജീവിതത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അത് അനുഗുണമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു വിവേകി അപ്രകാരമേ ചെയ്യുകയുള്ളൂ എന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ജീവിതം നയിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഏത് കളത്തിൽ അദ്ദേഹത്തെ തളച്ചിടാം എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനായിരുന്നു, അധ്യാപകനായിരുന്നു, വാഗ്മിയായിരുന്നു, നിരൂപകനായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ചിന്തകനായിരുന്നു, മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു എന്ന് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിറഞ്ഞാടിയ 98 വയസ്സ് വരെ ജീവിച്ച തൻ്റെ ജീവിതയാനം ആ കാലഘട്ടം വരെ തന്നെ സമ്പൂർണമായി പ്രവർത്തനക്ഷമമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോഴാണ് ആ കർമ്മകുശലതയെ നമുക്ക് ആദരിക്കേണ്ടി വരുന്നത്. 1928 ഒക്ടോബർ 27 അദ്ദേഹത്തിൻ്റെ ജനനം. 2025 ഓഗസ്റ്റ് 2 അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. വളരെ നീണ്ട കാലഘട്ടം. ആലപ്പുഴയിലെ തുമ്പോളിയിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പിതാവ് MC കേശവൻ, അമ്മ P ഭവാനി. ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ. 36 പരം പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായത്. ഇൻ്റർനാഷണൽ ബോഡി ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ സ്ഥിരാംഗമായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനസിക വൈകല്യമുള്ളവർക്കായുള്ള മിത്രം എന്ന വിദ്യാലയത്തിൻ്റെ സ്ഥാപകാംഗമായിരുന്നു. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരത്തിൻ്റെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് തുടങ്ങി നേരത്തെ സൂചിപ്പിച്ച മേഖലകളിൽ തികച്ചും വ്യത്യസ്തമായ പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം 2019 സെപ്റ്റംബറിൽ നേരത്തെ സൂചിപ്പിച്ച വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരത്തിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. 2011 അദ്ദേഹത്തിന് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതീവ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ജനന കാലഘട്ടത്തിൽ ആ കുടുംബം വലിയ സമ്പന്നമായിരുന്നു. പക്ഷേ അകാലത്തിൽ പിതാവ് മരിച്ചു. അതോടുകൂടി ദാരിദ്ര്യത്തിൻ്റെ നിസ്സഹായതയുടെ നിഴലിൽ അദ്ദേഹമായി. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാലഘട്ടം ഒരല്പം കയ്പുനീർ കുടിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞ് കവിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 4 വർഷത്തോളം അദ്ദേഹം സ്കൂൾ അധ്യാപകനായി ജോലിയുണ്ടായി. പിന്നീട് വിവിധ കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുകയുണ്ടായി. 1955 അദ്ദേഹം 5 ശാസ്ത്ര നായകന്മാർ എന്ന ഗ്രന്ഥം
അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായി. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവുമാണ് അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായത്. 1983 അദ്ദേഹം അധ്യാപനത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ 1ാം റാങ്കോടെയാണ് അദ്ദേഹം മലയാളം സാഹിത്യത്തിൽ MA ബിരുദം നേടുകയുണ്ടായത്. അതിനുശേഷം അദ്ദേഹം പഠിപ്പിച്ച കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എറണാകുളം മഹാരാജാസ് കോളേജ്, അതോടൊപ്പം തന്നെ കൊല്ലം ശ്രീനാരായണ കോളേജ്. ഈ കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്രകാരമുള്ള ആ അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച ശിഷ്യസമ്പത്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ശിഷ്യസമ്പത്തായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ഒട്ടേറെ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. വലിയ ശിഷ്യസമ്പത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരിക്കെ അദ്ദേഹത്തിൻ്റെ മലയാളം ക്ലാസ്സുകളിൽ സാധാരണ കാലഘട്ടം എന്ന് പറയുമ്പോൾ പലപ്പോഴും അധ്യാപകർ വിദ്യാർത്ഥികളില്ലാതെ ക്ലാസ് എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നൊരു കാലഘട്ടം. പക്ഷേ MK സാനു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല, ഇതര ക്ലാസ്സുകളിലെ കുട്ടികൾ പോലും അവിടെ എത്തി ആ ക്ലാസ്സുകൾ ശ്രവിക്കും എന്നത് അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിൻ്റെ ചാതുരി കൊണ്ടായിരുന്നു എന്നൊരു സംശയമില്ല. ഒരു സാഹിത്യം ഒരു ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ആ ക്ലാസ്സിനോടനുബന്ധിച്ച് വ്യത്യസ്തമായ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുകയുണ്ടായി. ഒരു മലയാള സാഹിത്യകാരനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചൊരു ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ലോക സാഹിത്യത്തിലേക്ക് കടന്നു കയറുകയും അതിനോട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിഷയങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആ ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന അറിവ് ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചായിരിക്കുമെന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടായിരുന്നു ധാരാളം കുട്ടികൾ ആ ക്ലാസ്സുകളിൽ വന്നെത്തിയിരുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളമായി തന്നെ അത് കണക്കാക്കേണ്ടതുണ്ട്. സാംസ്കാരിക മണ്ഡലം നിറ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ ഹിമവൽ സാനു എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഹിമവാനോട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു സാനു ആയിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല നിലപാടുകൾ അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ ആകർഷിച്ചിരുന്നു എന്നത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ശ്രീനാരായണ ഗുരു ദർശനങ്ങളെക്കുറിച്ച് കൃത്യമായ ആഴത്തിലുള്ള പഠനം, ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ആ കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ജാതി വിവേചനം കൊടിയ രീതിയിൽ നിലകൊള്ളുന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിനെതിരെ ശക്തമായി ശബ്ദിക്കുക എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരു ദർശനങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹത്തിന് അപ്രകാരം ഒരു കാഴ്ചപ്പാട് വന്നു ചേർന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലിബറൽ കാഴ്ചപ്പാട് അദ്ദേഹം കൃത്യമായി പുലർത്തിക്കൊണ്ടായി. പിന്നോക്ക വിഭാഗങ്ങൾക്കും അവശ്യ വിഭാഗങ്ങൾക്കും വേണ്ടി പോരാടുവാനുള്ള അതിശക്തമായ ശേഷി അദ്ദേഹം തൻ്റെ വായനയിലൂടെ ആർജിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അത് നിറഞ്ഞു നിന്നിരുന്നു. അടിസ്ഥാനവർഗത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയൊക്കെ ചിന്താഗതികളിൽ ഊന്നിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകളായിരുന്നു അദ്ദേഹം എഴുത്തിൽ പുലർത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിലും പുലർത്തുകയുണ്ടായിരുന്നു. ജീവിതത്തിൽ മാറി സംസാരിക്കുകയല്ല. പലപ്പോഴും നമ്മുടെ ആളുകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളുമായി യാതൊരിലും ബന്ധപ്പെടുകയില്ല. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നിലപാടുകളായിരിക്കും അവർ സ്വീകരിക്കുക. വലിയ വിപ്ലവം പറയുമെങ്കിലും സ്വന്തം ജീവിതം വന്നു കഴിഞ്ഞാൽ ആ വിപ്ലവമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല MK സാനു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി കാണേണ്ടത്. താൻ കാഴ്ചവെക്കുന്ന, താൻ പറയുന്ന, താൻ ചിന്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുവാനും ആ രീതിയിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ അദ്ദേഹത്തെ അതിന് സഹായിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ പുലർത്തുന്ന പലരുടെയും ചെയ്തികളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമ്മൾ സമീപകാലങ്ങളിൽ നമ്മൾ അനുവേദ്യമാകുന്നുണ്ട്. പക്ഷെ അപ്രകാരമല്ല, കൃത്യമായുള്ള നിലപാട് തറയിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ദർശനങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനെ
ആ രീതിയിൽ സ്വാംശീകരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്നത് കൂടി നമ്മൾ ഉറപ്പാക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒട്ടേറെ, നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി എന്നത് അതെല്ലാം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ വളരെയേറെ വരുന്ന തലമുറയ്ക്കും ആ തലമുറയ്ക്കും ഒരുപോലെ ചിന്തനീയമായിട്ടുള്ള രീതിയിലുള്ള സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട സംഗതിയാണ്. ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയാണ്, ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചില സൃഷ്ടികളിലൂടെ നമുക്ക് കടന്നു പോകാം. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്ന് പ്രഭാത ദർശനം, സഹോദരൻ കെ അയ്യപ്പൻ, മലയാള സാഹിത്യ നായകന്മാർ, കുമാരനാശാൻ, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ, എം ഗോവിന്ദൻ, അശാന്തിയിൽ നിന്ന് ശരിയിലേക്ക്, ആശാൻ പഠനത്തിന് ഒരു മുഖവുര, മൃത്യുഞ്ജയം, കാവ്യജീവിതം. അതുപോലെ തന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ജീവചരിത്രമാണത്. യുക്തിവാദി MC ജോസഫിനെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം, അതും ജീവചരിത്രമാണ്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ജീവചരിത്രമാണ്. അസ്തമിക്കാത്ത വെളിച്ചം ആൽവർ ഷേഡ്സറുടെ ജീവചരിത്രം. കുമാരനാശാന്റെ നളിനി, വിശുദ്ധാനുരാഗത്തിൻ്റെ തെളിയുന്ന കാവ്യദീപ്തി. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം. നാരായണ ഗുരുസ്വാമി, അയ്യപ്പ പണിക്കരും. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, അദ്ദേഹത്തിൻ്റെ തലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇപ്രകാരമുള്ള വലിയ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ അദ്ദേഹം വിലയിരുത്തൽ നടത്തുമ്പോൾ, ആ ജീവചരിത്രത്തെ പരിശോധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെക്കുറിച്ച് കൂടി അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിക്കുന്നു എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളെ പ്രതിദാനം ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. പലർക്കും അത് കഴിയാത്ത ഒരു സംഗതിയാണ്. പലപ്പോഴും ചിലർ ഒരു പ്രത്യേക തലത്തിൽ മാത്രം നിന്ന് ചിന്തിക്കുകയും, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠനം നടത്തിയ ഒരു വ്യക്തി മോഹൻലാലിനെ കുറിച്ചുള്ള പഠനം നടത്തുമ്പോഴുള്ള അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതിലെ അസ്വാഭാവികതയും അദ്ദേഹം കരുതിയിരുന്നില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന തനിക്ക് പറയുവാൻ കഴിയുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ അത് പറയുക തന്നെ വേണം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1995 ലഭിക്കേണ്ട അവതാരണം എന്ന കൃതിക്കാണ്. 1992 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് ലഭിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ഗ്രന്ഥത്തിനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് 2002 തേടിയെത്തുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച പത്മപ്രഭ പുരസ്കാരം, NK ശേഖർ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2014 ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥത്തിന്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വ്യത്യസ്ത തുറകളിലുള്ള സാഹിത്യ മേഖലകൾ, നമ്മൾ നേരത്തെ കാണും ബാലസാഹിത്യത്തിൽ പോലും അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ മറ്റൊരു സംഗതി, അദ്ദേഹം MLA ആയിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. കോൺഗ്രസ് നേതാവ് AL ജേക്കബിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയുണ്ടായത്. ആ മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, EMSന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം അപ്രകാരം മത്സരിക്കുകയുണ്ടായത്. ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിദൂരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം വെളിവാക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞു. വലിയ ശിക്ഷ സമ്പത്തുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ എന്ന ആ ജനതയുടെ താല്പര്യം, അങ്ങനെ ഒരു സാഹിത്യകാരൻ ജയിപ്പിക്കണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം. പക്ഷേ പല സാഹിത്യകാരന്മാരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ദയനീയ പരാജയമാണ് പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ MK സ്റ്റാലിനെ സംബന്ധിച്ച് അതൊരു അപൂർവ വിജയമായിരുന്നു എന്നത് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അടുത്ത തവണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറയേണ്ടത്, ഞാൻ രണ്ടാമത് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു MLA പദവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അത്
ഒട്ടും ഭൂഷണമല്ലായിരുന്നു എന്നൊരു കാഴ്ചപ്പാടിന് അദ്ദേഹം പുലർത്തുകയുണ്ടായത്. ഒരു സാഹിത്യകാരൻ്റെ നിലയിൽ തനിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും സമൂഹത്തിന് വേണ്ടി ഞാൻ സാഹിത്യ മേഖലയിലൂടെ പ്രവർത്തിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തുകേണ്ടത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് തനിക്ക് സമൂഹത്തിന് കാര്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ നിർവഹിക്കുവാനില്ല. രാഷ്ട്രീയത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പക്ഷെ തന്നെ സംബന്ധിച്ച് തൻ്റെ കളം അത് സാഹിത്യ ലോകമാണ്, അല്ലാതെ രാഷ്ട്രീയ ലോകമല്ല എന്ന കൃത്യമായി തിരിച്ചറിവ് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ തലത്തിലൊക്കെ വലിയ കാഴ്ചപ്പാട് പുലർത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. തനിക്ക് കിട്ടുന്ന അധികാര അല്ലെങ്കിൽ അംഗീകാരങ്ങളെ അദ്ദേഹത്തിന് അത് പലതും തേടി വന്നതാണെങ്കിൽ പോലും അത് ഉൾക്കൊള്ളുവാനായിട്ടുള്ള മാനസിക തലമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തൻ്റെ പ്രവർത്തന മണ്ഡലം സാഹിത്യമാണെന്നും സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ തനിക്ക് കഴിയും ആ മേഖലയിലൂടെ, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയും അതിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. അദ്ദേഹം നല്ലൊരു ഗുരുവായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. വലിയ ശിഷ്യസമ്പത്താണ് ഉണ്ടായിരുന്നത്. ശിഷ്യന്മാർക്കൊന്നും അദ്ദേഹത്തെ മറക്കാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അത്രയേറെ സ്നേഹം അദ്ദേഹം കൊടുക്കുകയുണ്ടായത്. ഗുരുവിന് ശിഷ്യന്മാരോടും അതുപോലെ തന്നെ താല്പര്യമായിരുന്നു. അത്രയേറെ പലപ്പോഴും ഒട്ടേറെ അധ്യാപകർ നമ്മുടെ ഇടയിലുണ്ട്. ആ അധ്യാപകർ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശിഷ്യസമ്പത്ത് ആ ഗുരുവിനെ കാണുവാൻ വരികയും ഗുരു ശിഷ്യന്മാരെ ഓർക്കുകയും ചെയ്യുന്ന അപൂർവമായ ഒരു ചേരൽ അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുമ്പോൾ അതിനുശേഷം ശിഷ്യന്മാരുമായി ഒട്ടും ബന്ധപ്പെടാത്ത ഒട്ടേറെ അധ്യാപകരുണ്ട്. അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാത്ത അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമുണ്ട്. പക്ഷേ സാനുമാഷ്ട കാര്യത്തിൽ അതങ്ങനെയായിരുന്നില്ല. വളരെ കൃത്യമായ രീതിയിലുള്ള ഹൃദയബന്ധം ആ ശിഷ്യന്മാരും ഗുരുവും തമ്മിൽ ആ ശിഷ്യന്മാരും ഗുരുവിൽ തമ്മിൽ പുലർത്തുവാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു ശ്രദ്ധേയമായൊരു സംഗതിയായി അദ്ദേഹത്തെ കാണേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അത് കർമ്മഗതി എന്നായിരുന്നു അതിൻ്റെ പേര്. തൻ്റെ ജീവിതത്തിലെ വിവിധ വശങ്ങളെ വളരെ സത്യന്തമായി ആവിഷ്കരിക്കുന്ന ഒരു ആത്മകഥയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. സാംസ്കാരിക മേഖലയിൽ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. താഴ്വരയിലെ സന്ധ്യ, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എന്ന് തുടങ്ങിയുള്ള ഓർമ്മക്കുറിപ്പുകളൊക്കെ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന വലിയ അറിവുകളാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഒരാളുടെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണകരമാകുന്നു അത് ആശ്രയിച്ചിരിക്കുന്നത് അതിലെ നന്മ മറ്റുള്ളവർക്ക് പിന്തുടരാൻ കഴിയുമ്പോഴാണ്. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? ആ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക മറ്റുള്ളവരെ സഹായിക്കുക, തൻ്റെ ജീവിതം മറ്റുള്ളവന് സാർത്ഥകമാകുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുക എന്നതാണ് വളരെ ശ്രദ്ധേയമായൊരു സംഗതി. അങ്ങനെയാണ് സ്വജീവിതം ധന്യമാകുക എന്ന കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അന്യജീവൻ ഉതകിയിട്ടാകണം എന്ന തിരിച്ചറിവ് മറ്റുള്ളവനെ സഹോദരനായി കാണുവാനും ആ സഹോദരന് തുല്യം സ്നേഹിക്കുവാനും ആ സഹോദരന് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ആ കാഴ്ചപ്പാട്, ശ്രീരാമൂർ പറഞ്ഞു കഴിഞ്ഞാൽ സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുന്ന കാഴ്ചപ്പാട് സ്വാംശീകരിച്ചുകൊണ്ട് ആ തലത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം അത് അവസാന നിമിഷം വരെ അദ്ദേഹം നിലനിർത്തി എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അദ്ദേഹത്തിനേരെ ആരോപണമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ഹിന്ദു വർഗീയതയെ താലോലിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിലപാടുകൾ പലപ്പോഴും അതിനെ സാധൂകരിക്കുന്നതാണ് എന്ന രീതിയിലുള്ള വിമർശനം സക്കറിയ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പലപ്പോഴും ഹിന്ദു വർഗീയവാദികളുടെ സ്ഥിരം അതിഥി എന്ന ആ വേദികളിലെ സ്ഥിരം അതിഥി എന്ന വിമർശനവും പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആര് വ്യവച്ഛേദിച്ചെടുക്കും? അതിൽ സാനുമാഷ നിലപാട് എന്താണ്? അവിടുത്തെ ആ വർഗീയവാദം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ തീവ്രവാദം എന്ന് പറയുന്ന കാഴ്ചപ്പാടുകളെയൊക്കെ സമൂഹം ഏത് രീതിയിലാണ് പരിശോധിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് സാനുമാഷ് അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത് എന്നതിന് കൃത്യമായിട്ട് ഉത്തരം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ രീതിയിലൊരു വിമർശനം അദ്ദേഹത്തിന് ഉയർത്താൻ കഴിയുന്ന ഒരു ജീവിത രീതിയല്ല അദ്ദേഹം പുലർത്തിയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള സാഹിത്യരംഗത്തും വിമർശന രീതിയിലും ഒക്കെ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ അത് പുതുതലമുറയ്ക്ക് വലിയ രീതിയിൽ അറിവ് പകരുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പല രീതിയിലും പുരോഗമന കലാസാഹിത്യത്തിൻ്റെ 1987 അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു.
സ്ഥാപക അധ്യക്ഷനായിരുന്ന മഹാകവി വൈലോപ്പിള്ളിയെ തുടർന്നാണ് അദ്ദേഹം ഇപ്രകാരം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി മാറുകയുണ്ടായത്. അങ്ങനെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഒരു സംഘാടകൻ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, ഒരു വിമർശകൻ എന്ന രീതിയിൽ, അങ്ങനെ തുടങ്ങിയ വിവിധ മേഖലയുള്ള ബാലസാഹിത്യകാരൻ എന്ന നിലയിൽ അടക്കം അദ്ദേഹം തൻ്റെ ആർജവം കാഴ്ചവെച്ചു എന്നത് കൂടി കാണേണ്ടതുണ്ട്. ഭാര്യ എൻ രത്നം 2020 മരണപ്പെടുകയുണ്ടായി. മക്കൾ രജിത്ത്, ഹാരിസ്, രേഖ, ഗീത, സീത എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ. അപ്രകാരമുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിലൊക്കെ തന്നെ നൈർമല്യം പുലർത്തിക്കൊണ്ട്, ലളിത ജീവിതം പുലർത്തിക്കൊണ്ട് തൻ്റെ അവസാന നിമിഷം വരെ എത്തേണ്ടടുത്ത് എത്തുവാനും കുറിക്കൊള്ളുന്ന വാക്കുകളിലൂടെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ആ ജീവിതത്തെ കൂടുതൽ സാർത്ഥമാക്കുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട്. പലപ്പോഴും കൂടുതൽ കാലം ജീവിച്ചതുകൊണ്ട് യാതൊന്നും നിവർത്തിക്കാത്ത ഒട്ടേറെ സമൂഹമുള്ള നമ്മുടെ ഈ സംവിധാനത്തിൽ അവിടെ ദീർഘകാലം ജീവിക്കുകയും ദീർഘകാലം മുഴുവൻ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വായനകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വീണ്ടും പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവ അതീവ മൂല്യമുള്ള രത്നങ്ങളായിട്ട്, എഴുത്തുവഴിയിൽ രത്നങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാനുമാഷ് നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അത് ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു. അകാല മരണം എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിക്കുമ്പോൾ അതൊരു അകാല മരണമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹത്തിൽ നിന്ന് സംഭാവനകൾ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആശിക്കുന്നത് അത് ശരിയായ ഒരു സംഗതിയല്ല എന്നത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് നമിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.